ചെറിയൊരു വഴക്കുണ്ടായാലും ഭർത്താവ് ഭാര്യ വീട്ടിലേക്ക് ഉടനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും, നിങ്ങളുടെ മകളെ കൊണ്ടേക്കോളി, എനിക്ക് വേണ്ട, മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അത് മാത്രമല്ല, സ്വന്തം വീട്ടിലെ അച്ഛനമ്മമാരെ ഒക്കെ വിളിച്ചറിയിച്ച് മക്കളുടെ മുന്നിലൊക്കെ ആയിട്ട് ഇതിന്റെ ബഹളമയമാക്കും. കുറച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിയാവും ചെയ്യും, നന്നാവുകയും ചെയ്യും. പക്ഷേ ഈ കേട്ടവരാരും ഇത് മറക്കുന്നില്ല. ഈ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പാവം അച്ഛനമ്മമാര് ഏറെക്കുറെ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. അവരെപ്പോഴും മകളെ കുറിച്ച് ഓർത്ത് ടെൻഷനിലാണ്. ഇവരോട് ഇങ്ങനെ ചോദിക്കും, ഇപ്പൊ എങ്ങനെയാണ്, അവന് ശരിയുണ്ടോ, നല്ലതാണോ, നന്നായിട്ട് പോകുന്നുണ്ടോ. ഇതേപോലെ സ്വന്തം വീട്ടിൽ ഈ മകന് നല്ലൊരു മകനായിട്ട് ഇരിക്കാനും പറ്റുന്നില്ല. മക്കളുടെ മുന്നിൽ നിങ്ങൾ നല്ലൊരു മാതാപിതാക്കളും അല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? വഴക്കിന്റെ മെസ്സേജാണ്. നാളെ അവരും മാതാപിതാക്കളൊക്കെ ആവാനുള്ളവരാണ്. അവരിത് കടമെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. നിങ്ങൾ ഇഷ്ടത്തോടെ കല്യാണം കഴിച്ച ആളുകളാണ് അല്ലെ? ആ സമയത്ത് നിങ്ങളിലൊന്നും വഴക്കുകളില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം ജീവിച്ചപ്പം ഇടയിൽ എപ്പോഴോ ആണ് ഈ വഴക്കുകളൊക്കെ കയറി കൂടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെയോ ചോർന്നു പോയി. പിന്നീട് കുറ്റം പറച്ചിലിന് മാത്രമായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയും അഭിനയിക്കുന്ന ആളുകളായിട്ട് മാത്രം ആക്കി തീർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വാക്കുകൾ എന്നത് ഒരു ജീവിതത്തെയും കുടുംബത്തെയും വളർത്താനും പാടെ തളർത്താനും കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് വാക്കുകൾ നിങ്ങൾ മനോഹരമാക്കാൻ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക. അവിടെയാണ് നിങ്ങളെ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ.